ഇത് എൻ്റെ വീടാണ്, ഇവിടെ ജീവിക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കണം, ശ്വാസം വിടണം, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം എന്ന് പറയുന്ന നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള പാരൻസിനോടാണ്. ഒരിക്കലും ഇങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് ആയ കാലത്ത് പെരുമാറുമ്പോഴേ ഇവരുടെ മനസ്സിൽ, മക്കളുടെ മനസ്സിൽ വരുന്ന ഒരു പോറലുണ്ട്, ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർ മറക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. കഷ്ടകാലം കൊണ്ട്, ഗതികേട് കൊണ്ട് പലപ്പോഴും ഈ പാരൻസിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ചിട്ട് അവർ ആ സമയത്തൊക്കെ നമ്മുടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു വരാം. വീട് വിട്ടു പോകാൻ വേറൊരു ഇടമില്ലെങ്കിലും പലപ്പോഴും മക്കൾ ഈ പാരൻസ് പറയുന്നതൊക്കെ കേട്ട് അവരെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് വരാം. പക്ഷേ ഒരിക്കൽ ഈ മക്കൾക്ക് രണ്ട് കാലിൽ നിവർന്നു നിൽക്കാനായി കഴിഞ്ഞാൽ അവരാദ്യം തള്ളി പറയുന്നത് ഈ പാരൻസിന് തന്നെയായിരിക്കും. കാരണം ഏതൊരാളും നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്നത് ജീവിക്കുമ്പോൾ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കണമെന്ന് മാത്രമാണ്. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് ഒരുപാട് പേര് വരുമ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പാരൻസിനാണെങ്കിൽ മക്കൾ നമ്മളെ നോക്കുന്നില്ല, വരുന്നില്ല, മിണ്ടുന്നില്ല. മക്കൾക്കാണെങ്കിൽ ഈ പാരൻസ് എൻ്റെ അടുത്ത്, ഇത്രയും ഏജായ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പാരൻസ് പെരുമാറുന്നത്, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള മറുചോദ്യമാണ് പലപ്പോഴും. ഇത് കേൾക്കുന്നവർ പലപ്പോഴും പാരൻസിൻ്റെ കൂടെ നിൽക്കുള്ളൂ. അവർക്ക് ഏജ് ആയതല്ലേ, അവരിനി എത്ര കാലം ഉണ്ടാവും, അവർ പറയാനുള്ളതൊക്കെ പറയട്ടെ എന്നുള്ള നിലയ്ക്കാണ് പലപ്പോഴും ഈ മക്കളുടെ അടുത്ത് പറഞ്ഞു വിടുന്നത്. പക്ഷെ മക്കളുടെ കാര്യം നോക്കി നോക്കൂ, അവർക്ക് ഇപ്പോൾ 50 60 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. എങ്കിൽ പോലും അവർക്ക് പലപ്പോഴും പാരൻസിനെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ ചെന്നിട്ട് ഒരു ഉപദേശമൊക്കെ കൊടുക്കേ വേണ്ടൂ. കാരണം എത്ര കാലം ഉണ്ടാവില്ല, നീ ഇത്രയൊക്കെ സഹിച്ചതല്ലേ, ഇനി എത്ര കാലം അവരെ സഹിക്കേണ്ടി വരും എന്നൊക്കെയായിരിക്കും മക്കളുടെ അടുത്ത് നാട്ടുകാരുടെയും കൂടെ ചെല്ലുന്നവരെയൊക്കെ ഉപദേശങ്ങൾ. പക്ഷെ മക്കളാണെങ്കിലോ ഈ 1 ദിവസമോ 2 ദിവസമോ ഒന്നുമല്ല കേൾക്കുന്നത്, ദിവസം പ്രതി ഈ ശാപവാക്കുകളും കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളാണ് കേൾക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ മതി എന്ന് അത്രയും ഏജ് ആയിട്ടുള്ള ഒരാൾ ഈ 60 വയസ്സുകാരൻ്റെ അടുത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 50 വയസ്സുകാരൻ്റെ അടുത്ത് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ മനോഭാവം ഉണ്ടായിരിക്കുക? ഓരോ നിമിഷവും ഈ വാക്കുകൾ തന്നെയാണ് കേൾക്കുമ്പോൾ അവരെങ്ങനെയാണ് അച്ഛനമ്മമാരെ സ്നേഹിച്ചുകൊണ്ട് നിർത്തുന്നത്? ഇന്നത്തെ അച്ഛനമ്മമാർക്ക്, പ്രത്യേകിച്ച് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക്, അവരിങ്ങനെയൊക്കെ തന്നെയാണ് മക്കളുടെ അടുത്ത് പെരുമാറുള്ളൂ. മക്കളുടെ അടുത്തുനിന്ന് മാത്രമല്ല കേട്ടോ, അവരെല്ലാവരുടെ ഇങ്ങനെ തന്നെ. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കടാ എന്ന് പറയുന്ന പാരൻസ് ആണെങ്കിൽ ഒരു രക്ഷയുമില്ല. ഈ മക്കൾ ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ എങ്ങനെ ജീവിക്കുന്നുള്ളത് ഇവർ പലപ്പോഴും ആലോചിക്കാറുമില്ല. കാരണം ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ചായിരിക്കും ജീവിക്കേണ്ടാവുക. പക്ഷെ ഒരു സമയത്ത് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഒരാൾക്ക് പിരിഞ്ഞു പോയേ പറ്റുള്ളൂ. ബാക്കി വരുന്ന ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ഇവർ ആലോചിക്കുന്നുണ്ടോ? ഇല്ല. പാരൻസ് ഒന്ന് ആലോചിക്കണം. പണ്ടത്തെ കാലത്തെ മക്കളല്ല ഇപ്പോൾ. സ്വന്തമായിട്ട് അഭിപ്രായം പറയാനും സ്വന്തമായിട്ട് ഇഷ്ടത്തിനും ജീവിക്കാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി അറിഞ്ഞു വയ്ക്കുക, ഈ അടിമകളെപ്പോലെ നമ്മളെ മക്കൾ കഴുതുമ്പോഴേ ഈ അടിമകൾ ഒരിക്കലും ഉടമകളെ സ്നേഹിച്ചിട്ടില്ല എന്നുകൂടി അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. ശരിയല്ലേ? ശരിയാണ്. സ്വയം ഒന്ന് ചോദിച്ചു നോക്കി.